ഹായ് ഹലോ ഗുഡ് ഈവനിങ് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടൊരു ഫ്രൂട്ട് ഫേഷ്യൽ വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ മുഖം നല്ലപോലെ വൃത്തിയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്സ്. അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ക്ലെൻസ് ചെയ്ത് ഒരു 5 മിനിറ്റ് മുഖത്ത് ക്ലെൻസ് ചെയ്ത് മുഖം വൃത്തിയാക്കി കോട്ടൺ ഉപയോഗിച്ച് തുടയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാൻ നമുക്ക് വീട്ടിലുള്ള 1 സ്പൂൺ പാലും 1 സ്പൂൺ ഹണിയും കൂടി ചേർത്ത്, മിൽക്കും ഹണിയും കൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം അതുകൊണ്ട് ഒരു റൗണ്ട് മസാജ്, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, പിന്നെ ഇവിടെ എല്ലാം നല്ലൊരു മസാജ് കൊടുത്ത് ഒരു 5 മിനിറ്റ്, കൂടുതൽ സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് മസാജ് കൊടുത്ത ശേഷം നമ്മുടെ സ്കിന്നിൽ നിന്ന് കോട്ടൺ ഉപയോഗിച്ചത് തുടച്ച് നീക്കുക. അപ്പം പാലും തേനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഫസ്റ്റിലത്തെ ടിപ്സ്. ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് 1 അതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ഒരു സ്ക്രബ്ബ് തയ്യാറാക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്ക്രബിന് വേണ്ടിയിട്ട് എന്താണ്, സ്ക്രബിലെന്ന് പറഞ്ഞാൽ തരി അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ സ്ക്രബിന് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തരി അടങ്ങിയിട്ടുള്ള ഒരു സ്ക്രബ്ബ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ചെയ്യാൻ പോണത്. ഒരു പേരക്കയുടെ പകുതി എടുക്കുക. അതിനുശേഷം ഓട്സ് കുറച്ച് പൊടിച്ചെടുക്കുക. തരിക്ക് വേണ്ടിയാണ് നമ്മൾ ഓട്സ് പൊടിച്ചെടുക്കുന്നത്. അതുപോലെ കുറച്ച് പപ്പായ എടുക്കുക, പഴുത്ത പപ്പായ എടുക്കുക. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മൂന്നും കൂടി ഈ 2 ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുക. പേരയ്ക്ക കൊണ്ട് അതിൽ റബ്ബ് ചെയ്ത ശേഷം അതുപയോഗിച്ച് മുഖത്തിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. കാരണം പേരയ്ക്ക അതിൽ മുക്കിയെടുക്കുക എന്ന് പറയും. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പേരയ്ക്ക കൂടി അതിൽ പൊടിച്ച് ആഡ് ചെയ്യാം. പക്ഷേ അല്ലാതെ തന്നെ പേരയ്ക്ക ഇതിൽ മുക്കി ഈ തരിയുള്ള 2 അതായത് ഇൻഗ്രീഡിയൻസിൽ മുക്കി മുഖത്ത് മസാജ് കൊടുക്കുക. അപ്പോൾ മസാജ് കൊടുക്കുമ്പോഴത്തേക്ക് 10 മിനിറ്റോളം മസാജ് കൊടുക്കുക. അപ്പോൾ പോയി അവിടെ നല്ല ഒരു സ്കിൻ വരും. അപ്പോൾ ആ മസാജ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമുക്ക് സ്റ്റീമർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി കൊടുക്കാം. സ്റ്റീമർ ഇല്ലാത്തവർ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു ഉപകരണത്തിലൂടെ ജസ്റ്റ് ഒന്ന് ആവി കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മസാജിങ് ക്രീം ഉണ്ടാക്കാൻ ചെയ്യേണ്ടത്. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മസാജിങ് ക്രീമിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മസാജിങ് ക്രീം ഞാനിവിടെ പാക്കായിട്ട് ഇടാനെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ക്രീം തയ്യാറാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, തലേ ദിവസം നമ്മൾ പാലിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാം എടുത്ത്, അത് ഞാൻ ഇന്നലെ വേറൊരു ടിപ്സിലൂടെയും പറഞ്ഞിട്ടുണ്ട്, മുഖത്തിടാൻ നല്ലതാണെന്ന്. തേന് കൂടി ചേർത്ത ശേഷം ഈ ബദാമും തേനും കൂടി ചേർത്തൊരു 10 മിനിറ്റ് വരെ നമ്മുടെ മുഖത്ത് റൗണ്ട് മസാജ് കൊടുക്കുക. കൊടുത്ത ശേഷം ഇതിൻ്റെ കൂടെ അല്പം കുങ്കുമാതി തൈലം കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിരിക്കും മുഖത്ത് മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുങ്കുമാതി തൈലം കൂടി ഇതിൽ ചേർത്ത്, ഇത് 3 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് മസാജ് കൊടുക്കുക. ഒന്നും അറിയത്തില്ല എങ്കിൽ റൗണ്ട് മസാജ് കൊടുത്താൽ മാത്രം മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ കണ്ണിൽ നൈറ്റ് കൊടുത്ത് മസാജ് കൊടുക്കുക, മൂക്കിൽ റൗണ്ട് മസാജ് കൊടുക്കുക, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കൊടുക്കുക. ഇങ്ങനെ കുറേ മസാജുകളുണ്ട്. മസാജ് ഒരു ദിവസം നിങ്ങൾക്കത് കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെയ്യാവുന്ന ഫേഷ്യലിന് വേണ്ടിയിട്ടുള്ള മസാജ്, ജസ്റ്റ് ഒരു ഫേഷ്യൽ, ഒരു ചെറിയ ഫ്രൂട്ട് ഫേഷ്യൽ, നല്ല ഒരു എഫക്റ്റാണ് ഈ ഫേഷ്യൽ ചെയ്യുന്നതിലൂടെ. ഇനി ഇത് മസാജ് കൊടുക്കുക, ഒരു 10 മിനിറ്റ് കൊടുക്കുക. അതിനുശേഷം ഇനി ഒരു പാക്ക് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പാക്കിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ പാക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുൾട്ടാണി മിൽട്ടിയും കുങ്കുമപ്പൂവും പാൽപ്പാടയും കൂടി റോസ് വാട്ടർ ചേർന്ന പാക്ക്, അതായത് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത ശേഷം ഇതിനെ കുഴച്ച് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുഖത്തിട്ട ശേഷം ഒരു 20 മിനിറ്റ് നേരം സംസാരിക്കാതിരിക്കുക. കാരണം മുഖത്തിൻ്റെ ചർമ്മം ലൂസാവാൻ, നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ചർമ്മം എലാസ്റ്റികത പോവും. അപ്പോൾ അവിടെ ലൂസ് ആയി വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി 20 മിനിറ്റ് ഇത് മുഖത്തിട്ട ശേഷം അതേ മെത്തേഡിൽ തന്നെ വെച്ച ശേഷം ഉണങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പോഞ്ച് വെള്ളത്തിൽ മുക്കിയ ശേഷം മുകളിലായിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ പറയാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാ മാസവും ഒരു ദിവസം നിങ്ങളിത് വീട്ടിൽ യൂസ് ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റുള്ളൊരു ഫേഷ്യലാണ് ഫ്രൂട്ട് ഫേഷ്യൽ. അപ്പോൾ നമുക്ക് വേറെ എങ്ങും തിരക്കി പോകണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നാളെ പുതിയൊരു ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ. ഓക്കേ.